തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ പ്രഭാഷണ പരമ്പരയ്ക്കെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് ഗാന്ധിജിക്ക് രാമായണ പ്രഭാഷണ പരമ്പരയിൽ എന്ത് പ്രാധാന്യമെന്ന ചോദ്യം. രാമനെയും സനാതനധർമ്മത്തെയും വിമർശിക്കുന്ന എ.ജി. ഉലീനയെ രാമായണ പ്രഭാഷണത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഇതിന്റെ പിന്നിലെന്ന് ബി.ജെ.പി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി.ആർ. രാജശേഖരൻ പറഞ്ഞു. ഈ രാമായണത്തെ എത്രത്തോളം വികൃതമാക്കാം. ഇവർ തന്നെയാണ് മോഡേൺ സീതയെ അവതരിപ്പിച്ച ആളുകളാണ്. ഡിവൈഎഫ്ഐക്കാരും അതേപോലെ തന്നെ SFIക്കാരും ഒക്കെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ അടക്കമുള്ള നടപടികൾ ചെയ്തതിന് ഇവരുടെ ചരിത്രം അതാണ്. ഒലീന അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവരുടെ പ്രവർത്തന ശൈലി. ഞാൻ ചോദിക്കട്ടെ, ഒരു ഹിന്ദു സന്യാസിയെ കണ്ടില്ലല്ലോ, ഒരു ഹിന്ദു ധാർമ്മിക ആചാര്യനെ കണ്ടില്ലല്ലോ. ഈ പുരാണത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയുവാനുള്ള പണ്ഡിതന്മാരടക്കമുള്ള മണ്ണാണ്. ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നു എന്ന് വേണം പറയുവാൻ. വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, കൃത്യമായ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. ആസൂത്രിതമായ നീക്കം തന്നെയാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. എത്രത്തോളം വിഷയത്തിൽ പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു? അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന രാമായണ പ്രഭാഷണ പരമ്പരയ്ക്കെതിരെയാണ് വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. കാരണം ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു ഹൈന്ദവ പരിപാടിക്ക് ഈ രീതിയിൽ ഹൈന്ദവ ധർമ്മത്തെ വെല്ലുവിളിക്കുകയും ഹൈന്ദവ ധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടണമെന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ച് നടത്തുകയും ചെയ്യുന്ന ആളുകളെ രാമായണത്തിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി വിളിച്ചു വരുത്തുന്ന ഒരു അപഹാസ്യപരമായിട്ടുള്ള നടപടിയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെതിരെയാണ് വലിയ വിമർശനം ഉയർന്നിരിക്കുന്നത്. 2 പരിപാടികളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനായിട്ട് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. അതിൽ ഒരു പരിപാടി ഇന്നാണ്, ഒന്നാമത്തെ പ്രഭാഷണ പരമ്പര ഇന്നാണ്. തിരുവനന്തപുരത്താണ് ഈ പരിപാടി നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഉള്ള ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇന്നത്തെ പ്രഭാഷണ വിഷയം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാമായണം എന്നുള്ളതാണ്. ഏറെ ശ്രദ്ധേയമായിട്ട് തോന്നി. അല്ലെങ്കിൽ ഗാന്ധിജിയും രാമായണ മാസവും തമ്മിൽ എന്ത് ബന്ധം, അല്ലെങ്കിൽ ഗാന്ധിജി രാമരാജ്യമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ഇവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ രാമായണത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗാന്ധിജിയുടെ കണ്ണിലൂടെ രാമായണത്തെ ഒരു മതാതീതമായി വത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഒരു കൃത്യമായിട്ടൊരു വ്യാജ നെറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ഒപ്പം രണ്ടാമത്തെ പ്രസംഗം എന്ന് പറയുന്നത് നാളെയാണ് നടക്കുന്നത്. രാമായണത്തിലെ രാജമാതാക്കൾ എന്നുള്ള വിഷയം, അതിൽ പ്രഭാഷണത്തിലെത്തുന്ന ആളുകളെ, പ്രഭാഷികയാണ് ഏറെ ശ്രദ്ധേയം. അതായത് എ.ജി. ഒലീന എന്ന് പറയുന്ന ഇടതുപക്ഷ സഹയാത്രികയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരൊരു പ്രൊഫസർ കൂടിയിട്ടാണ്. മുമ്പ് ഇത്തരത്തിൽ ഹൈന്ദവ വിരുദ്ധ നിലപാടുകളും പ്രഭാഷണങ്ങളും നടത്തി ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയിട്ടാണ് ഈ ഒലീന എന്ന് പറയുന്നത്. CPM വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി കൂടിയിട്ടാണ്. CPM കടുത്ത അനുഭാവിയും അതോടൊപ്പം തന്നെ പുരോഗമന കലാസാഹിത്യ വേദി പൂക്കാസയുമായിട്ടൊക്കെ തന്നെ വലിയ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്. പൂക്കാസയുടെയൊക്കെ രാഷ്ട്രീയ നിലപാടും കാഴ്ചപ്പാടും ഒക്കെ ഏത് രീതിയിലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള സംഘടനയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ രാമായണവുമായി ബന്ധപ്പെട്ട് ആധ്യാത്മിക പ്രഭാഷണ പരമ്പരയ്ക്ക് വിളിക്കുക എന്ന് പറയുന്നത് അതിന് പിന്നിലുള്ള ഉദ്ദേശം കൃത്യമായിട്ടും വ്യക്തമാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ ആചാര്യനെയോ ഹൈന്ദവ സന്യാസിമാരെയോ ഹൈന്ദവ പ്രഭാഷണങ്ങൾ നടത്തുന്ന മതപ്രഭാഷണങ്ങൾ നടത്തുന്ന വ്യക്തികളുമൊക്കെ ഉണ്ട്. അവരെ ആരെയും ഈ രീതിയിൽ രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ട പ്രഭാഷണ പരമ്പരയ്ക്ക് ശ്രമിക്കാതെ ഈ രീതിയിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരെ, എങ്കിൽ തന്നെ പോട്ടെ, രാഷ്ട്രീയ കാഴ്ചപ്പാട് പോട്ടെ, പക്ഷേ ഈ ഹൈന്ദവ ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും ശ്രീരാമനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന, കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികയെ തന്നെ ഈ രീതിയിൽ ഈ വേദിയിലേക്ക് ദേവസ്വം ബോർഡ് ക്ഷണിച്ചു വരുത്തുന്നു എന്നുള്ളത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതിൽ ആണ് ഇവിടെ ചോദ്യം വരുന്നത്. പ്രത്യേകിച്ച് മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഒരു പരിപാടി, ഇപ്പോൾ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ പ്രഭാഷണത്തിന്, അല്ലെങ്കിൽ ഈ മുസ്ലിം വിശ്വാസവുമായി ബന്ധമില്ലാത്ത ആളുകളെ, മുസ്ലിം വിശ്വാസത്തെ വിമർശിക്കുന്ന ആളുകളെ പ്രഭാഷണത്തിന് അവിടേക്ക് ക്ഷണിക്കുമോ, അല്ലെങ്കിൽ ഈ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലുള്ള ഖുറാനെ പറ്റിയൊക്കെ അവിടെ ആധ്യാത്മിക പ്രഭാഷണം നടത്തുമോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ പ്രസക്തമായിട്ട് ഉയരുന്ന ചോദ്യം. എന്തായാലും ഈ വിഷയത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ആദ്യ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. കടുത്ത വിമർശനമാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു നടപടി ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ഭക്തരെ കൂട്ടിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള വി.ആർ. രാജശേഖരൻ തന്നെ ഔദ്യോഗികമായിട്ട് ജനം TV-യോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പട്ടിയെ പേപ്പട്ടിയാക്കി ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ഒരു സമീപനമാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ. ഒപ്പം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ അതേ മനോഭാവവും അതേ നിലപാടും തന്നെയാണ് UDF സർക്കാരും ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നും വി.ആർ. രാജശേഖരൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം തന്നെയാണ് വിഷയത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് എന്തിന് ഇത്തരത്തിലുള്ള ആസൂത്രിത നീക്കം നടത്തുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത്.